ബ്ലഡി ഫുള്ള് സൈഡിൽ ഇരുന്നിട്ട് ഞാൻ ഒന്നും പ്രാർത്ഥിക്കുന്ന കാര്യമുണ്ട്. ഓക്കെ, അതിന് ഇങ്ങനെ അപ്ലൈ ചെയ്യാല്ല. ചുമ്മാ പാടി നോക്കിയപ്പോ തോന്നും. മറ്റേ പാട്ട് മൂത്തോളം ചെയ്യുന്ന സമയത്ത് അമ്മയൊക്കെയാണ് മനസ്സിലായത്. അതെന്തുകൊണ്ടോ യക്ഷിപ്പടം ചെയ്യുമ്പോ ആരെയും ഓർമ്മ ഭാര്യയെന്നല്ലോ പറയുന്നത്. ഒരു ഹൊറർ സിനിമയ്ക്ക് മ്യൂസിക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ആവശ്യത്തിന് മാത്രം ചെയ്യാന്നുള്ളതാണ്. ഊരൽ മണ്ണിൻ കുളിരുള്ള പുലരിയിൽ പാരി പാരി എന്നും എന്റെ കനവുകളിൽ വരവായി നീ. ഈ ഫാഷൻ കേസത്തില് ഇന്ത്യയിലൊക്കെ പറയുന്ന ഡയലോഗ് ഉണ്ടല്ലോ, ഒറ്റയ്ക്ക് വഴിക്ക് വന്നവരാണ്. ശരിക്കും അതൊക്കെ ഭയങ്കര ഇമ്പാക്ട് ഉള്ള ഭയങ്കര ഇൻസ്പിറേഷൻ ആയിരുന്നു. ഇപ്പൊ എനിക്ക് ഓർമ്മ ആ പാട്ടാണ് ആദ്യം പുറത്തിറങ്ങിയത്. Light on, I was like മച്ചാന്റെ പാട്ടൊക്കെ പുള്ളിക്ക് രസമായിട്ട് പാടുക. അപ്പൊ നമ്മളോട് ഹായ് ഹലോ വ്യൂവേഴ്സ്, ദിസ് ഇസ് ഫിൽമി വീക്ക് പ്രസൻസ് അൺടോൾഡ് വിത്ത് അജിൻ. ഇന്ന് നമ്മുടെ കൂടെ കുറച്ച് അൺടോൾഡ് സ്റ്റോറീസ് പറയാനുള്ളത് ചിത്തിനിയുടെ ടീമാണ്. രഞ്ജൻ രാജ്, മോക്ഷ, നമിച്ച കാലിക്കൽ, 3 പേർക്കും വെൽക്കം ടു. thank you. 2 തരത്തിലാണ് ഈ പ്രേത സിനിമകളുള്ളത്. ഒന്ന് നമ്മൾ ഒരു കാലത്ത് ഭയങ്കര പേടി സ്വപ്നമായി കണ്ടിരുന്ന, എന്നാൽ പിൽക്കാലത്ത് നമ്മളെ പല ആംഗിളുകളിൽ രസിപ്പിച്ചിട്ടുള്ള, ചിരിപ്പിച്ചിട്ടുള്ള സിനിമകൾ. ഒന്നും നമ്മൾ വീണ്ടും കാണാൻ ആഗ്രഹമില്ലാത്ത സിനിമ. നിങ്ങൾ ഏത് സിനിമയുടെ, ഏത് ടൈപ്പ് ഓഫ് ഹൊററിന്റെ ഫാൻസ് ആണ്? ഞാൻ വീണ്ടും വീണ്ടും കാണാൻ ഇഷ്ടമുള്ള ഹൊററിന്റെ ആളാണ്. മണിച്ചിത്രത്താഴ് ക്ലാസിക്. അതെ. പിന്നെ ഇപ്പൊ കോൺജ്യൂറിംഗ് ആണെങ്കിലും രണ്ടാമത് വീണ്ടും കാണാൻ തോന്നുന്ന ആണ് എനിക്ക് പേഴ്സണലി കേട്ടോ. അപ്പൊ ഞാൻ വീണ്ടും കാണാൻ പറ്റുന്ന ഹൊറർ പടങ്ങളാണ് കാണാറുള്ളൂ. എല്ലാം കാണും. ഈ രാത്രി ഒറ്റയ്ക്ക് ഇരുന്ന് എന്റെ കസിൻസും വൈഫൊക്കെ ഭയങ്കര ഈ ഹൊറർ പടങ്ങൾ ഭയങ്കര ഇഷ്ടപ്പെടുന്ന ആളാണ്. അപ്പൊ പ്രാവശ്യം ഇതുപോലെ കോൺജോറിങ് കാണാൻ വേണ്ടി കൊണ്ട് 2 കണ്ടിട്ടുണ്ടോ നിങ്ങൾ? കോൺജോറിങ് അതിൽ മറ്റേ ബലാക്കിനെ കാണിക്കുന്ന സമയമുണ്ട്. അപ്പൊ എന്റെ കൂടെ എന്റെ ഫസ്റ്റ് കസിനും ഉണ്ട്. ഇവൻ അത്ര നേരം ഒന്നും വേണ്ടിയിട്ടില്ല, മറ്റേ ഈ പറഞ്ഞ പോലെ പടത്തിനെ കുറിച്ച് ഒന്നും കമന്റ് അടിച്ചില്ല. അപ്പൊ ഇതില് ഒരു സീനുണ്ട്, ഫസ്റ്റ് ആദ്യമായിട്ട് ബലാക്കിനെ കാണിക്കുന്നത്. അപ്പൊ ഇങ്ങനെ കോൺജോറിങ് തുടങ്ങി. അപ്പൊ ഫസ്റ്റിന്റെ ഭയങ്കര ഇമ്പാക്ട് എല്ലാവരും സെക്കൻഡ് ആണ് പോണത്. ഇങ്ങനെ പോയിരിക്കണം. അപ്പൊ ഞങ്ങൾക്ക് ഫ്രണ്ടിലെ സീറ്റ് കിട്ടില്ല. അപ്പൊ ഇരിപ്പും ശരിയായിട്ടില്ല, ഇങ്ങനെ ഇരുന്നാണ് കാണുന്നത്. ഇങ്ങനെ വന്ന് അവസാനം ബലാക്കിനെ കാണിക്കാൻ വേണ്ടി ഇങ്ങനെ ഒരു സ്ലോ മോഷൻ ബിൽഡപ്പ് സൈലൻസ് ഒക്കെ സമയത്ത് ഈ ബ്ലഡി ഫുള്ള് സൈഡിൽ ഇരുന്നിട്ട് അവിടെ ഇരുന്ന് എല്ലാ തിയേറ്ററിലും ഇരുന്ന് ചിരിച്ചിട്ട് ആ പടം തീരുന്നവരെ ബലാക്കിനെ കാണിക്കുമ്പോ ചിരിയായിരുന്നു. അങ്ങനെ ഒരു ഉറപ്പടം മുഴുവൻ പൊളിച്ചൊരു എക്സ്പീരിയൻസ് ഉണ്ട്. എക്സ്പീരിയൻസ് ആവരുത് നമ്മുടെ പടം എന്നുള്ള ഒരു പടത്തിന് മാത്രമേ ഉള്ളൂ. Watching horror movies. Yeah, like we went to that one movie was Lights Out. That Lights Out. I love the concept of the film. So I was in my 11th standard that time. We went with the friends and all. Suddenly when the lights on, that last when the mother will be possessed, right? Mother, if I am not wrong, the mother. Yeah. I was like, lights out. Just the light on. I was like, so there was a boy just, and he was elder to me, like maybe college, he was elder to me, and he got scared. He scared his girlfriend, with whom both of them were like so, and yeah, and it was like crasher. And they were like, Ma go Baba, in Bengali, Ma go Baba go Baba go. So every entire hall. So yeah, I was in the back seat. So literally I just rolled and fell off. It was very scary. Yeah, that lights off. മോക്ഷ സ്കൂൾ ടീച്ചർ ആണെന്ന് അറിയായിരുന്നു? I was, yeah, before an ag. അതെങ്ങനെ കണ്ടുപിടിച്ചു? നെറ്റില് ഇങ്ങനെ തപ്പി ടീച്ചർ തപ്പി ടീച്ചറൊക്കെ മോശ. അല്ല, സ്കൂൾ ടീച്ചർ ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യുന്നില്ലേ? മനസ്സിലായി. ഒരു ഹൊറർ സിനിമയ്ക്ക് മ്യൂസിക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ആവശ്യത്തിന് മാത്രം ചെയ്യാന്നുള്ളതാണ്. എല്ലായിടത്തും കയറി മ്യൂസിക് ചെയ്താൽ ഹൊറർ വർക്കൗട്ട് ആവില്ല. ഹൊററിന് സൈലൻസിന് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട്. എവിടെ മ്യൂസിക് വരണം അവിടെ വരാൻ പാടുള്ളൂ. ഡിസൈനിങ് ആണ് നമ്മുടെ മ്യൂസിക്. ഞാൻ ചെയ്ത ടോൺസ് കേൾപ്പിക്കുക എന്നുള്ള കൺസെപ്റ്റ് ഒക്കെ കളയണം. ഫസ്റ്റ് ഓഫ് ഓൾ ഡിസൈനിങ് ആണ്, ആ സീനിനെ ലിഫ്റ്റ് ചെയ്യാനുള്ള ഡിസൈനിങ്.
ഇപ്പൊ തൊട്ടപ്പുറത്ത് ചിലപ്പോൾ മ്യൂസിക് വേണമായിരിക്കും, വേണ്ടായിരിക്കാം, അതിന് മുന്നേ ചിലപ്പോൾ സൈലൻസ് കൊടുത്താൽ മാത്രമേ വർക്ക്ഔട്ട് ആവുള്ളൂ ആയിരിക്കാം. അപ്പൊ അങ്ങനെ ആദ്യം ഒന്ന് കണ്ട് തീരുമാനിക്കണം. ആ തീരുമാനിക്കാനുള്ള സമയം ഭയങ്കര ഇമ്പോർട്ടൻറ്റ്. ചെയ്യുന്നതിനെക്കാട്ടിലും തീരുമാനിക്കാനുള്ള സമയമാണ് കൂടുതൽ സ്പെൻഡ് ചെയ്യുന്നത്. അടിപൊളി. അല്ല, ഈ പുതിയ പുതിയ കാര്യങ്ങളൊക്കെ റീഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഇപ്പൊ ധ്യാൻ ശ്രീനിവാസൻ കൊണ്ട് പാട്ട് പഠിക്കുക, എം ജി ശ്രീകുമാരൻ സുധേഷിനെ കൊണ്ട് വീണ്ടും ഒരുമിച്ച് പാടിക്കുക, ഇങ്ങനത്തെ പുതിയ പുതിയ കാര്യങ്ങൾ ചെയ്യാൻ ജോയിച്ചേട്ടൻ പാടിയിരുന്നു. ജോയിച്ചേട്ടൻ പാടി. ഇതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ആളാണ്. പുതിയ പുതിയ എന്ത് വെറൈറ്റിക്ക് കൊണ്ടുവരാൻ അങ്ങനെ തനിയെ സംഭവിക്കുന്നതൊക്കെ ഇതൊന്നും മനഃപൂർവ്വം ചെയ്യുന്നതല്ല. ഞാൻ ആക്ച്വലി എന്റെ മാത്രം തീരുമാനത്തിന് നിൽക്കാറില്ല. ഇപ്പൊ മ്യൂസിക് എനിക്ക് ഇപ്പൊ എം ജി സാറും സുരേഷും കൂടെ പാടണം എന്നുള്ള ആഗ്രഹം ഉണ്ടായതായിരിക്കും. പക്ഷെ അത് ഡയറക്ടറും കൂടെ സപ്പോർട്ട് ചെയ്യുമ്പോഴും കൂട്ടായിട്ട് എല്ലാവരും കൂടെ തീരുമാനം എടുക്കുമ്പോഴാണ് സംഭവിക്കാറ്. പക്ഷെ സത്യം പറഞ്ഞാൽ സംഭവിക്കുന്നതാണ്, മനഃപൂർവ്വം സംഭവിപ്പിക്കാറിയില്ല ഒരു കാര്യം. അമിതേട്ടനോട് പാട്ട് പഠിക്കുന്നത് പണി നിർത്തേണ്ട ഒരു സാധ്യത. അമിത് പാട്ട് പാടുന്ന ഞാൻ കേട്ടിട്ടില്ല ഒരിക്കലും. ഒപ്പം കോറസ് ഒക്കെ പാടുന്ന അതിന് പോലും പോവാത്ത ദുരന്തമാണ് ഞാൻ. പാടും, സൂപ്പർ ആയിട്ട് പാടും. കുറച്ച് നേരത്തെ ഞങ്ങളൊന്ന് അടിച്ചു പാടും. ആ പാട്ടൊന്നും കൂടി കുറച്ച് നേരത്തെ പാടിയ നമ്മുടെ പാട്ട് തന്നെയല്ലേ? ആരും അല്ലല്ല, ധ്യാൻ സോറി വിനീത് ശ്രീനിവാസന്റെ പടത്തിലെ ഒരു വർഷങ്ങൾക്ക് ശേഷം നോ തട്ടത്തിന് പറയത്തില്ലേ, മച്ചാൻ അയാള് സൗണ്ട് മോഡുലേഷൻ ഒന്ന് ശ്രദ്ധിച്ചോട്ടോ. കാര്യം തൊട്ട് മുമ്പ് നമ്മുടെ പടത്തിലെ പാട്ട് പാടി. അപ്പൊ ആ ഒരു നോർമൽ ടോണിൽ പാടി. അപ്പൊ നമ്മൾ അത് തന്നെ എക്സ്പെക്ട് ചെയ്യുന്ന നെക്സ്റ്റ് സോങ്. ഇത് തുടങ്ങിയ ഒരു ആള് മാറിയില്ലേ, സൗണ്ട് ഒക്കെ മാറി. ബേസ് ആയി. പ്ലീസ് ഡു ദാറ്റ്. മുത്തു ചിപ്പിപ്പോലൊരു കത്തിനുള്ളിൽ വന്നൊരു കിന്നാരം, കിന്നരിച്ചു പാടുവനുള്ളിൽ നിന്നൊരു ശ്രീരാഗം, മൂറൽ മണ്ണിൻ കുളിരുള്ള പുലരിയിൽ പാരി പാരി എന്നും എന്റെ കനവുകളിൽ വരവായി നീ ചിത്തിനി വരുവായി നീ ചിത്തിനി. അവസാന ചിത്തിരി പറഞ്ഞ് എന്തിനാന്നൊന്ന് ഗസ് ചെയ്യാവോ? ജസ്റ്റ് ഒന്ന് ഗസ് ചെയ്യോ. ഇല്ലി വിജയ് സാർ കൊല്ലും. സ്കൂൾ ടീച്ചർ ടീച്ചർ വിട്ടിട്ടുണ്ട്. ഒന്ന് പാടിക്കാവുന്നതാണ്. നന്നായിട്ട് പാടുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ലായിരുന്നു, എക്സ്പെക്ട് ചെയ്തില്ല ആ സൗണ്ട് മോഡൽ. ഞാൻ വിചാരിച്ചില്ല. നന്നായിട്ട് പാടി. അപ്പൊ സിംഗർ സെറ്റ്. നെക്സ്റ്റ് മൂവിയിലോ പ്ലീസ് ഗിവ് മീ എ ചാൻസ്. പ്ലീസ് ഡോട്ട്സ് കണക്ട് ചെയ്ത് വന്നാണ് അവനത് അവിടേക്ക് എത്തിച്ചതല്ല. ന്യൂ ഒരു ഓപ്പണിംഗ്. നമുക്കൊരു പുതിയ ചെറിയ സെഗ്മെന്റിലേക്ക് പോകാം. ലൈക്ക് ഓൺ ദിസ് ഡേ. ഞാനൊരു ചെറിയ ചെറിയ ദിവസങ്ങളുടെ മൂവ്മെന്റ് പറയാം, നിങ്ങൾ ഷെയർ ചെയ്യണം. ഓക്കെ. The day my family realized I am a celebrity. അത് ഏത് ദിവസമാണെന്ന് പറയണ്ടേ? ഒരു മൂവ്മെന്റ് ഉണ്ടാവല്ലോ, ഫാമിലി റിയലൈസ് ചെയ്താകും സെലിബ്രിറ്റി ആയിട്ടോ. ഞാൻ നിങ്ങളുടെ കഥയുടെ നിലവാരം നോക്കിയിട്ട് എനിക്ക് വേറെ പിടിക്കാനാണ്. അല്ല, ഞാൻ ഈ പറഞ്ഞ ചാനലില് പണ്ട് റിയാലിറ്റി ഷോയിൽ ഉണ്ടായിരുന്ന ആളാണ്. അപ്പൊ ആ റിയാലിറ്റി ഷോയിൽ എന്റെ അമ്മയ്ക്ക് ഞാൻ സെലിബ്രിറ്റി ആയിരുന്നു എപ്പോഴും. അപ്പൊ ആ ഒരു ഷോട്ട് ഫസ്റ്റ് ഞാൻ വന്ന് സ്റ്റേജിൽ നിൽക്കുമ്പോ തന്നെ എൻട്രി തന്നെ അത്രയും വലിയൊരു റിയാലിറ്റി ഷോ ആയിരുന്നു അത്. അപ്പൊ അതിൽ കണ്ടുകൊണ്ട് അമ്മ തീരുമാനിച്ച് ഉറപ്പിച്ചു, നമ്മുടെ ജോത്സ്യം പറഞ്ഞ പോലെ സെലിബ്രിറ്റി. അന്ന് 21 ഇയേഴ്സില് മകൻ എല്ലാ ലോകം അറിയുന്ന ഒരാളാവെന്ന് പറഞ്ഞു. അപ്പോ അറ്റ്ലീസ്റ്റ് ചാനൽ ഏഷ്യാനെറ്റ് ആയിരുന്നല്ലോ, അപ്പൊ ലോകമെമ്പാടുള്ള മലയാളികൾ അത് കണ്ടു. അപ്പൊ അമ്മ അങ്ങനെ കണക്ട് ചെയ്തു അതിനെ. ജോത്സ്യം പറഞ്ഞ പോലെ 21st ഇയറിൽ കഷ്ടപ്പെട്ട 21st ആയില്ല. I think family, like they always have a question why she left Bengal, and for us it is like every language is same for the North Indians. I think after the day of Chota Nikara, my mom started that Chota Nikara visit during Kallanum Bhagavathi, that elephant one. So actually the elephant made me viral. I felt that was the elephant, and he literally scared me, so that the credit goes to him. So my parents, like, they started were you playing or like, just mocking the elephant? Were you teasing the elephant? I said, why? No, so many people are sending me. We came back and they went back by the time, and you started doing all the rubbish in the temple.
I said like, then I realized, oh, okay, fine. സ്റ്റണ്ടിറെ കഥ കിട്ടിയിട്ടുണ്ട്. ഞാൻ ഹണീബിൽ അഭിനയിച്ചില്ലേ, ഹണീബിൽ അഭിനയിച്ച സമയത്ത് ആദ്യമൊക്കെ എന്നെ വിളിക്കും ചില പിള്ളേർ വിളിച്ചിട്ട്, ചേട്ടാ ആസിഫിന്റെ ഒക്കെ അഭിനയിച്ചില്ലേ, ആസിഫിന്റെ നമ്പർ ഉണ്ടോ എന്ന് ചോദിക്കും, അല്ലെങ്കിൽ ബാലുയുടെ നമ്പർ ഉണ്ടോ, അല്ലെങ്കിൽ ബാസിയുടെ നമ്പർ ഉണ്ടോ, കാരണം അവർക്ക് കോളേജിൽ ഈ ഗസ്റ്റിന് വേണ്ടിയിട്ടൊക്കെ. അപ്പൊ ആദ്യമൊക്കെ ഇങ്ങനെ വിളിച്ചു ചോദിക്കുമ്പോൾ ഞാൻ അപ്പോൾ ഓരോരുത്തരുടെ നമ്പറൊക്കെ അയച്ചു കൊടുത്തു. ഒരു ദിവസം ഇവർക്ക് ആരെയും കിട്ടിയില്ല, ഒരു ആക്ടർ പോസ്റ്റ് കൊടുത്തു. അപ്പൊ നേരെ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ചേട്ടൻ വരാൻ പറ്റുമെന്ന് ചോദിച്ചു. ഞാനാ പറഞ്ഞ്, ഇപ്പോഴും ഞാൻ ഓർക്കണ്ട, പെരുമ്പാവൂരാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വരാം. അപ്പൊ നോക്കിയപ്പോ അവര് പിള്ളേര് ആ ആക്ടറിന്റെ അവിടെ പോസ്റ്റ് കിട്ടിയിട്ട് ആ വണ്ടി അങ്ങനെ തന്നെ വളച്ച് എന്റെ വീട്ടിലോട്ട് വന്നേക്കുക. അപ്പൊ അവർക്ക് ആരെങ്കിലും കൊണ്ടുപോയേ പറ്റുള്ളൂ. അപ്പൊ നേരെ എന്റെ വീടിന്റെ വന്ന് പുറത്ത് നിന്ന് ചേട്ടാ വേഗം വാന്നൊക്കെ പറയുമ്പോ അമ്മ നോക്കുമ്പോ പുറത്തൊരു കാറ്, ബാക്കിൽ വേറൊരു കാറ്, പിള്ളേരൊക്കെ ഒരുമാതിരി എല്ലാം മറ്റേ ആ യൂണിഫോം പോലത്തെ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് എന്നെ കാത്തു നിൽക്കണം. അപ്പൊ അമ്മക്കറിയില്ല മറ്റുള്ളവരെ കിട്ടാതെ എന്നെ തപ്പി വന്നേക്കണെന്നുള്ളത്. അപ്പൊ അമ്മ നോക്കുമ്പോ കോളേജിൽ നിന്ന് ഒരു ലോഡ് പിള്ളേരൊക്കെ ആയിട്ട് എന്നെ കൊണ്ടുപോകണം. അപ്പൊ ഞാൻ പതുക്കെ ഞാൻ കോളേജിൽ പോയിട്ട് ഗസ്റ്റ് ആയിട്ട് പോകണമെന്നൊക്കെ പറഞ്ഞു. അപ്പൊ അന്നായിരിക്കണം എന്റെ അമ്മ ആദ്യമായിട്ട് ഇത് റിയലൈസ് ചെയ്തിട്ടുണ്ടാവുക, ഓസിനൊരു സെലിബ്രിറ്റി. The day I gave my first audition. ഫസ്റ്റ് ഓഡിഷൻ ഡേ എന്ന് പറയുമ്പോ ഡേറ്റ്, എക്സാക്ട് ഡേറ്റ് ആണ്, ഒരു കാലം അല്ലേ? യു മീൻ ദ ഫസ്റ്റ് ഓഡിഷൻ ലൈഫിൽ ചെയ്തത്? ഈ മമ്മൂട്ടി ദ ബെസ്റ്റ് ആക്ടർ അവാർഡ് എന്ന് പറഞ്ഞ പരിപാടിയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഓഡീഷന്റെ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും സ്വന്തമായിട്ട് ഉണ്ടാക്കുന്ന ഒരു സ്റ്റോറി, അപ്പൊ അത് എന്ത് ചെയ്തിട്ടും നമുക്ക് വരില്ല. അപ്പൊ ആദ്യമായിട്ട് മമ്മൂട്ടി ദ ബെസ്റ്റ് ആക്ടർ അവാർഡിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞപ്പോൾ എന്ത് പറ്റിയെന്ന് വെച്ചാൽ, നാട്ടിലുള്ള ആൾക്കാരെ മുഴുവൻ അറിയുകയും ചെയ്തു സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടി നടക്കുന്ന അസുഖമുള്ളടത്തിനാണെന്ന്. പിന്നെ ചോദിക്കാൻ തുടങ്ങി, എന്തായി സിനിമയൊന്നും ആയില്ലേ എന്ന് ചോദിക്കാൻ തുടങ്ങി. അപ്പൊ എങ്ങനെയെങ്കിലും കയറിയേ പറ്റുള്ളൂ. ഓഡിഷൻ ചെന്ന് കഴിയുമ്പോൾ എന്താ വെച്ചാൽ നമ്മുടെ മെയിൻ ആൾക്കാരൊക്കെ ഇരിക്കും, എന്താണ് പെർഫോം ചെയ്യാനുള്ളത് നോക്കി എന്തെങ്കിലും പറയണം. അപ്പൊ ആക്ച്വലി ഞാൻ അതിന്റെ യൂട്യൂബിലിരുന്ന് ഓഡീഷൻസ് എന്നൊക്കെ പറഞ്ഞ് തപ്പിയപ്പോൾ എൻ്റെ മമ്മൂട്ടി ദ ബെസ്റ്റ് ആക്ടർ അവാർഡിൽ ഇപ്പൊ പുള്ളി ഒരു പടം ചെയ്തു, അയാൾ ചെയ്തൊരു സ്കിറ്റ് ഉണ്ടായിരുന്നു. ആ സ്കിറ്റ് ഞാൻ കോപ്പി അടിച്ചിട്ട് എൻ്റെ രീതിയിൽ പെർഫോം ചെയ്തു. ആ സാധനമാണ് എനിക്ക് വർക്കൗട്ടായിട്ട് ഹണിബി കിട്ടിയത്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ വേറൊരാളുടെ സാധനം എടുത്ത് കട്ടിട്ടാണ് ഞാൻ ഓഡീഷൻ, അയാൾക്കറിയാം. അപ്പൊ അത് ആയിരുന്നു എന്റെ ഫസ്റ്റ് ഓഡീഷൻ ലൈഫിൽ. അത് പക്ഷെ ചക്കിനെ കൊള്ളുകയും ചെയ്തു, അതാണ് ഹണിബിയിൽ കിട്ടുകയും ചെയ്തത്. Yeah, I think 2019 for Bengali film. Yeah, he's a superstar of Bengal, so I did a role in his movie. So that was my entry in film industry from a teacher. So yeah, 2019, Agbondi Khala in Khala. Audition? ചെറുപ്പത്തിലാണോ? അറിയില്ല തന്നെ. പണ്ട് ഗന്ധർവ സംഗീതം എന്ന് പറഞ്ഞൊരു, ഞാൻ ആലോചിച്ചോണ്ടിരിക്കുന്നത് ഏത് പറയണം, ഗന്ധർവ സംഗീതം എന്നുകൊണ്ട് പ്രോഗ്രാം. അപ്പൊ അതിന് ഓഡീഷൻ ഞാൻ ദേവാങ്കണങ്ങളാണ് ആദ്യമായിട്ട് പാടുന്നത്. അപ്പൊ അത് പാടിയിട്ട് അന്ന് കാസറ്റ് ആണ്. അപ്പോ ശ്രീരഞ്ജനി എന്നുള്ള സ്റ്റുഡിയോ പാലക്കാടുള്ള അവിടെ പോയി ആദ്യത്തെ റെക്കോർഡിങ് എൻ്റെ, അത് ആദ്യമായിട്ട് ഒരു മൈക്കിൽ റെക്കോർഡ് ചെയ്തതാണ്. ആ സോങ് കംപ്ലീറ്റ്ലി പാടിയിട്ട്. മച്ചാനോടൊക്കെ എനിക്ക് ഭയങ്കര അസൂയായിരുന്നു സത്യം പറഞ്ഞു. കാര്യം ഞാൻ ഒന്ന് ട്യൂൺ ആക്കണം എന്നൊക്കെ വിചാരിച്ചിരുന്ന എൻ്റെ ഒരു നെയ്ബർ പെൺകൊച്ചുണ്ട്. അപ്പൊ ഞങ്ങൾ ഈ വൈകിട്ടൊക്കെ ആകുമ്പോൾ പുള്ളിയുടെ അമ്മ ട്യൂഷൻ എടുക്കും. അപ്പൊ ഞങ്ങൾ അവിടെ ചെന്നിരിക്കുമ്പോഴേക്കും ഈ മച്ചാന്റെ പാട്ടൊക്കെ പുള്ളിക്കായിരിക്കും ഇത് രസമായിട്ടേ പാടുക. അപ്പൊ നമ്മളോട് നമുക്ക് പിടിക്കില്ലല്ലോ. ഞാൻ ഇത് പറഞ്ഞിട്ടില്ല. ശരിയാണ്. അപ്പൊ അതാണ് എന്റെ ആദ്യത്തെ ഓഡീഷൻ. എനിക്ക് തോന്നുന്നു അത് എനിക്ക് 70 out of 70 കിട്ടി അതിന്. അന്ന് അത് അയച്ചു കൊടുത്തതിന് 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് അത് പാടിയിരിക്കുന്നത്. അതാണ് എന്റെ ഓർമ്മയിലുള്ള ആദ്യത്തെ ഓഡീഷൻ. ഈ അസിസ്റ്റന്റ് ഡയറക്ടർ ആയിരുന്നപ്പോ എന്തായിരുന്നു ശരിക്കും റോൾ ഈ ഓഡിയനിലൊക്കെ? അസിസ്റ്റന്റ് ഡയറക്ടർ അല്ല, ഞാൻ അതില് പ്രൊമോഷണൽ വീഡിയോസിന്റെ മ്യൂസിക് ഡയറക്ടർ തന്നെയായിരുന്നു. മ്യൂസിക് ചെയ്തത് ഞാനായിരുന്നു. അതായത് ലൊക്കേഷൻ എന്നുള്ള വീഡിയോസ്, ലാലേട്ടൻ പറയുന്നു ഞാനിപ്പോ വാരണാസിയിലാണ്, അങ്ങനെ ഒരു വീഡിയോ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ വാരണാസിയിൽ നിന്ന് ഞാനിപ്പോ മുണ്ടൂരെത്തി, അങ്ങനെയുള്ള കുറെ വീഡിയോസ് ഉണ്ടായിരുന്നു. നല്ല വൈറലായിരുന്നു. മ്യൂസിക്. അപ്പൊ ആ മ്യൂസിക്കിനൊക്കെ ഭയങ്കര അപ്രീസിയേഷൻ കിട്ടി. ലാലേട്ടൻ ഫാൻസ് ഒക്കെ എനിക്ക് ബൊക്കെയൊക്കെ കൊണ്ട് എന്റെ ഫ്ലാറ്റിന്റെ താഴേക്ക് വന്നിട്ടുണ്ട് ആ ഒരു സമയത്ത്. ആ സമയത്ത് ജോസഫ് ഒന്നും ഇറങ്ങിയിട്ടില്ല. ഞാൻ ഓഡിയൻ പ്രൊമോഷണൽ മ്യൂസിക് ആണ് ചെയ്തത്. പിന്നെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്യാൻ എന്നെയൊക്കെ ചൂസ് ചെയ്യുന്ന എനിക്ക് അന്ന് അത്ര വലിയ കോൺഫിഡൻസ് ഒന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ ചാൻസ് ചോദിച്ചില്ല സത്യം പറഞ്ഞാൽ. എന്നിട്ട് 100ാമത്തെ ദിവസം ഒടിയന്റെ 100th ഡേ ഷൂട്ട് നടക്കുക. ലാലേട്ടനുണ്ട്, ആന്റണി ചേട്ടനുണ്ട്, ശ്രീകുമാർ ഏട്ടനുണ്ട്. ആ ലൊക്കേഷനിലേക്ക് ഞാൻ ജോസഫിന്റെ കാര്യം റിലേറ്റഡ് ആയിട്ട് പപ്പേട്ടനെ കാണും. പപ്പേട്ടൻ അതിൽ ആ സിനിമയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. പപ്പേട്ടനെ കാണാൻ വേണ്ടിയിട്ട് ഞാൻ പോവാം മലമ്പുഴയിലേക്ക്. അപ്പോഴാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞു, ഞാൻ അന്ന് ചെയ്തതൊക്കെ നന്നായിട്ട് വന്നെന്ന് വിശ്വസിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് സംസാരിക്കാൻ ശ്രീകുമാർ ഏട്ടനെ കൊണ്ട്.
അപ്പോഴാണ് ശ്രീമരട്ടൻ എടാ ഇത്രയും നാള് നീ എവിടെയായിരുന്നു, അങ്ങനെ വേറെ ആൾക്കാർ വന്നു ബാക്ക്ഗ്രൗണ്ട് സ്കോർ തുടങ്ങി, നീ വരേണ്ടതായിരുന്നില്ലേ, നമ്മളത് ആലോചിച്ചില്ല, നീ വരേണ്ടതായിരുന്നില്ല. ആന്റണി ചേട്ടൻ പറഞ്ഞത് പുള്ളിയുടെ വിചാരം ആ സമയത്ത് ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്തുകൊണ്ടിരുന്ന ആള് തന്നെയാണ് അതൊക്കെ ചെയ്തത്. ആന്റണി ചേട്ടൻ എന്താ മോനെ കാണിക്കുന്നത്, നീ വരേണ്ടതല്ലായിരുന്നു നമ്മളോടൊക്കെ ആ സമയത്ത്, നീ തന്നെയല്ലേ ചെയ്യേണ്ടത് എന്ന് ചോദിച്ചു എന്നെ കൊണ്ടുവന്ന്. അങ്ങനെയാണ്. പക്ഷെ ആ സമയത്ത് എനിക്ക് പ്രൊഫൈൽ ഇല്ല, ഈ പറഞ്ഞ പോലെ ജോസഫ് ഇല്ല, എനിക്ക് സിനിമ എന്ന് പറയാനായിട്ട് ഒന്നും കാണിക്കാനൊന്നുമില്ല. ഈ ഒടിയന്റെ ഈ പ്രൊമോ മ്യൂസിക് ആയിരുന്നു സിനിമ റിലേറ്റഡ് ആയിട്ട് ഞാൻ ചെയ്ത എന്റെ ഒരു ബിഗ് ഒരു അച്ചീവ്മെന്റ് ആയിട്ട് ഞാൻ തന്നെ അത് മാത്രമേ ഉള്ളൂ. അപ്പൊ എനിക്ക് വേറെ ഒന്നും പറയാനൊന്നും ഉണ്ടായിരുന്നില്ല. അതും കൂടെ കൊണ്ടാണ് അവരും കൺസിഡർ ചെയ്യാതിരുന്നത്. പക്ഷെ ആ വർഷം തന്നെ തൊട്ട് മുന്നത്തെ മാസം തന്നെ ജോസഫ് ഇറങ്ങി, എല്ലാം സെറ്റായി. സിനിമയാണ് എന്റെ പരിപാടി. പണ്ട് പോലെ വീട്ടിൽ എന്തെങ്കിലുമൊക്കെ കള്ളത്തിലൊക്കെ പറയുമ്പോഴേ വർക്കൗട്ട് ആവാറുണ്ട്. നമുക്ക് നമ്മളെ ഏറ്റവും കൂടുതൽ പറ്റിക്കാൻ പാട് നമ്മളെ നല്ലോണം അറിയുന്ന ആൾക്കാരെ. ഇപ്പൊ എന്ത് സാധിക്കാനുണ്ടെങ്കിലും നമ്മള് കള്ളത്തരങ്ങളൊക്കെ പതിയെ വർക്കൗട്ടായി വിജയിച്ചു തുടങ്ങി. അപ്പൊ പിന്നെ സിനിമ വീട്ടിൽ പണ്ട് മുതലേ എല്ലാ ആഴ്ചയും സിനിമ പോയി കാണുന്ന ഒരു ഫാമിലിയാണ്. എവറി വീക്ക് പറ്റുമെങ്കിൽ പപ്പയും മമ്മയും. അപ്പൊ ഇവര് കൊണ്ടുനടന്ന് ഈ സിനിമ ഒരു അഡിക്ഷനായി. പണ്ട് അതാണ് ആഗ്രഹം. ഈ വർഷങ്ങൾശത്തില് ഈ നിവിൻ പോളിയൊക്കെ പറയുന്ന ഡയലോഗ് ഉണ്ടല്ലോ, ഈ ഒറ്റയ്ക്ക് വഴിയൊക്കെ വന്നവരാണ്. ശരിക്കും അതൊക്കെ ഭയങ്കര ഇമ്പാക്ടോടെ ഫീൽ ചെയ്തത്. ഭയങ്കര ഇൻസ്പിറേഷൻ ആയിരുന്നു. ഇപ്പൊ എനിക്ക് ഓർമ്മ ആ പാട്ടാണ് ആദ്യം പുറത്തിറങ്ങിയത്. ഇപ്പൊ ഈവൻ ആ സോങ് ഡൗൺലോഡ് ചെയ്തിട്ട് നമ്മൾ കേക്ക് വരുന്നത് അതിനാ വീര വീര എന്നുള്ള സോങ് ഇല്ലേ, അത് മാത്രല്ല എനി അണ്ടർഡോഗ് സ്റ്റോറി എപ്പോഴും ഭയങ്കര ഇൻസ്പയറിംഗ് ആണ്. അത് ടിൽ there's a day till you win, അതുവരെ നമ്മൾക്ക് മാത്രം ഇൻസ്പിറേഷനും the day you win it is inspiration for many. അത് നമ്മൾക്ക് ഒരു പോയിന്റ് വരെ നമുക്ക് മാത്രമായിരിക്കും, പക്ഷെ അത് കഴിഞ്ഞ് ലോകത്തിന് മൊത്തം ഇൻസ്പിറേഷനായി മാറും. സിനിമയാണ് എന്റെ പരിപാടി. സിനിമ I think while doing Karma, my Bengali film, I was determined. There also I had undergone a complete workshop for 2 weeks. So that after doing Karma and while doing Karma, I felt no, I will pursue. If I can be an artist on screen, even after some years, I can be again I can come back to my stage form, stay with my stage arts. I can open my dance school, my theatre school, anything I can do. But for that, I need to be on screen. A greater audience must see so that I can do it. ഞാൻ 8ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഈ ഇന്റർവ്യൂ ഒക്കെ കൊടുത്തിട്ടുണ്ട് കണ്ണാടി നോക്കിയിട്ട്. അപ്പൊ അതുകൊണ്ട് അന്ന് തന്നെ എനിക്കറിയാം എങ്ങനെ അച്ചീവ് ചെയ്യുന്നത്, എങ്ങനെയാണെന്നൊന്നും എനിക്കറിയില്ല, പക്ഷെ എത്തും എന്ന് എനിക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു. സിനിമ തന്നെയാണ് ലക്ഷ്യം. ഈ പറഞ്ഞ പോലെ ഇങ്ങനത്തെ പോസ്റ്റേഴ്സ് ഒക്കെ ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ട് ഞാൻ താഴെ മ്യൂസിക് ഡയറക്ടഡ് ബൈ രഞ്ജിൻ രാജ് മ്യൂസിക് സ്റ്റാമ്പ് ഒക്കെ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് 8നും 9ലൊക്കെ പഠിക്കുന്ന സമയത്ത്. അപ്പോ അന്ന് തന്നെ വിശ്വാസം ഉണ്ടായിരുന്നു. ഇപ്പൊ ഞാൻ സുമതി വളവിൽ ആദ്യമായിട്ട് ഞാൻ സ്റ്റാമ്പ് വെക്കുന്നുണ്ട് ഇത്ര നാളെ വെച്ചിട്ടില്ല. ഒരു പടത്തിൽ ഞാൻ അങ്ങനെ വെക്കണം പറയാറില്ല, രഞ്ജിൻ രാജ് മ്യൂസിക്കലിന് വെക്കരുതെന്ന് ഞാൻ പറയാറുള്ളൂ. എനിക്കത് എല്ലാം കൊണ്ടും ഞാൻ ഓക്കെ ആവുന്ന സമയത്ത് മാത്രമേ എനിക്ക് തോന്നിയില്ല അങ്ങനെ വെക്കണമെന്ന്. സുമതി വളവിലത് വരും. ഈ പൂമത്തോളൊക്കെ ചെയ്യുമ്പോ അമ്മയാണ് മനസ്സിലെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പൊ ഈ ചിത്തിന് പോലുള്ള ഒരു ഹൊറർ ചെയ്യുമ്പോഴത്തേക്കും ഈ മൈൻഡിൽ ശരിക്കും എന്തായിരിക്കും അപ്പൊ ഈ ക്യാരക്ടേഴ്സിന് കൂടെ സഞ്ചരിക്കുക എന്നുള്ളതാണ്. ചിത്തിന് മാത്രമല്ല ഏത് സിനിമ ചെയ്യുമ്പോഴും ആ ക്യാരക്ടറിന്റെ ഇമോഷൻ എന്താണെന്ന് ആദ്യം മനസ്സിലാക്കിയാൽ മാത്രമേ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ക്യാരക്ടറിന്റെ ഇമോഷൻസിലൂടെ സഞ്ചരിക്കുക, അതല്ലാതെ അത് ലൈഫിലേക്ക് കണക്ട് ചെയ്യാൻ നിന്നേ നമുക്ക് സമയം എനിക്ക് തോന്നുന്നില്ല. അത്രയും ഒരു പരിധി വരെ ചില ഇൻസിഡൻസ് നമുക്ക് ഓട്ടോമാറ്റിക്കലി കണക്ട് ആവും. ഞാൻ ഈ പറഞ്ഞ പോലെ പ്രാർത്ഥിക്കുന്ന ഒരാളാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പൊ ഭൂതനാഥ സദാനന്ദ എന്ന് പറഞ്ഞൊരു ശ്ലോകം ഞാൻ അവിടെ ചിന്തപാട്ടിന്റെ ആ അർത്ഥം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ ഞാൻ പെട്ടെന്ന് ഞാൻ ഒന്നും പ്രാർത്ഥിക്കുന്ന കാര്യമുണ്ട്, ഓക്കെ അതിനെ ഇങ്ങനെ അപ്ലൈ ചെയ്യാല്ല. അപ്പൊ ചുമ്മാ പാടി നോക്കിയപ്പോ ഭൂതനാഥ സദാനന്ദ തോന്നും. അപ്പോ ഇത് അതപ്പോ നമ്മുടെ ലൈഫായിട്ട് അത് അറിയാതെ കണക്ട് ആയതാണ്. ഞാൻ പ്രാർത്ഥിച്ചെന്ന ഒരു ശ്ലോകമാണിത് എന്റെ ചെറുപ്പം തൊട്ട് തന്നെ. അപ്പൊ ഓട്ടോമാറ്റിക്കലി കണക്ട് ആയി എന്ന് മാത്രം. അപ്പൊ അങ്ങനെ സംഭവിക്കുന്നേ ഉള്ളൂ, അല്ലാതെ നമുക്കൊരിക്കലും എല്ലാം ഇമാജിൻ ചെയ്യാനല്ലേ പറ്റുള്ളൂ. അതിനകത്തൊരു കുസൃതി ചോദ്യം വെച്ചിട്ടുണ്ടായിരുന്നു. എന്താണ് മറ്റേ പാട്ട് പൂന്നത്തോളം ചെയ്യുന്ന സമയത്ത് അമ്മയൊക്കെയാണ് മനസ്സിലാക്കുന്നത്. യക്ഷിപ്പടം ചെയ്യുമ്പോ ആരെയും ഓർമ്മ ഭാര്യ എന്നല്ലോ അറിയാതെ അതല്ല അതാ പറയാം. യക്ഷിപ്പടം ചെയ്യുമ്പോൾ ഈ പറഞ്ഞ പോലെ നമ്മൾ കണ്ടിട്ടുള്ള യക്ഷിപ്പടങ്ങളുണ്ടല്ലോ,
അപ്പൊ ഇതൊരു അപകടം ഉണ്ടായിരുന്നു. പോന്നാലോ യക്ഷിപ്പടങ്ങൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ കണ്ട യക്ഷിപ്പടങ്ങൾ അല്ലെങ്കിൽ പേടിപ്പിച്ച സിനിമകൾ അതിന്റെയൊക്കെ ഇമ്പാക്ട് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്ത് ആ ഇമ്പാക്ട് അതിന്റെ ഏതെങ്കിലും അയലത്തൂടെയെങ്കിലും ഞാൻ പോകുന്നുണ്ടോ എന്ന് റീചെക്ക് ചെയ്യും. ആക്ഷൻ സീക്വൻസ് Super. കളരി ഒരു മാസ്റ്ററെ പഠിപ്പിച്ചേ പുള്ളി I think he's going to throw me out of the industry. മാസ്റ്റർ പഠിപ്പിച്ച മാസ്റ്റർ ഫൈറ്റ് ചെയ്തു. അവസാനം ഫൈറ്റിന്റെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോ മാസ്റ്റർ ഹോസ്പിറ്റലായി. അമ്മ ഇടിയായിരുന്നു. I think he's going to sure shot in all the interviews. He kept on അത് നീ കാണേണ്ട സീനാണ്. അതായത് ഞങ്ങളുടെ ഫൈറ്റ് ചെയ്തവൻ ഞങ്ങളുടെ ഒക്കെ ഫൈറ്റ് ചെയ്തപ്പോഴേക്കും പറഞ്ഞു ഇവളുടെ ഫൈറ്റ് എടുക്കാൻ പോകുന്ന ദിവസം കമ്മിങ് ഡേയ്സ്. അപ്പൊ ഞാൻ പറഞ്ഞു മച്ചാ ഇനി അടുത്ത 2 ദിവസം ഫൈറ്റ് ഇല്ല. അപ്പൊ പറഞ്ഞു കുഴപ്പമില്ല, മോക്ഷമായിട്ടുള്ള കുഴപ്പമില്ല. 2 ദിവസം ഞങ്ങൾ കഴിഞ്ഞിട്ടാണ് അവനെ കാണുന്നത്. മറ്റേ കാലൊക്കെ ഒടിച്ച് പ്ലാസ്റ്റർ ഫസ്റ്റ് ഒറ്റ ചവിട്ടിന് വാട്ട് ഹാപ്പൻഡ് ഒറ്റടി മച്ചാൻ ബെഡിങ് അപ്പുറത്ത് വീണത്. yeah. It was not in my hand. Fight master asked me, no realistic, do it, no dummy. The third take, I had no other option. I had to kick on his chest. ഒന്നില്ലെങ്കിൽ കളരിക്ക് പുറത്ത് ആശാന്റെ സെറ്റ്. By the way, how is the scene when you are doing working the music? ഒരു നമ്മുടെ ഐഗിരി നന്ദിനിയുടെ റീഅറേഞ്ച്മെന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ പോർഷനിലാണ് മോക്ഷയുടെ കളരി ആ ഒരു പെർഫോമൻസ് വരുന്നത്. അപ്പൊ അത് എനിക്കൊന്ന് പാട്ടിനനുസരിച്ചിട്ടാണ് വിഷ്വൽ ചെയ്തത്. അപ്പൊ അതുകൊണ്ട് തന്നെ മൂവ്മെന്റ്സും ആ പാട്ടിന്റെ അത്രയും ടൈറ്റ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഭയങ്കരമായിട്ട് ഞെട്ടിച്ചോളൂ, വെറുതെ പറയുന്നതല്ല. ആ കളരി ഇതിനു വേണ്ടി പഠിച്ചതാണ്, അല്ലാതെ കാലങ്ങളായിട്ട് പഠിക്കുന്ന ഒരാളല്ല മോക്ഷ. ഈ സിനിമയ്ക്ക് വേണ്ടി പഠിച്ചതാണ്. അങ്ങനെ കൺസിഡർ ചെയ്യുമ്പോൾ അത് മോർ ദാൻ ദാറ്റ് ലെവലാണ്. എന്തൊക്കെ പറഞ്ഞാൽ ഞങ്ങൾ ആ ഷൂട്ടിന്റെ മുമ്പൊക്കെ ഷൂട്ട് കഴിഞ്ഞും മുമ്പും മോക്ഷയോടൊപ്പം സംസാരിച്ചൊക്കെ ഇരിക്കാറുണ്ട്. പക്ഷെ ആ ഫൈറ്റിന്റെ സീക്വൻസ് കഴിഞ്ഞപ്പോ ഞങ്ങൾ ആരും പിന്നെ വലിയ സംസാരിക്കാറൊന്നുമില്ല. മോക്ഷ ഓക്കെ ബൈ പോകും. ഇതില് പുള്ളിക്ക് രക്ഷയെ ഓർമ്മിക്കാൻ പറ്റില്ല. പറയാം എന്ന് പറയാം. Yeah. കൊറേ അഭിനയിക്കണ്ടോന്ന്, ഇതിൽ ജീവിച്ചാ മതിയായിരുന്നു. See how me? No, I am a very cute one. I think people will love this Yakshi if it is. ബ്യൂട്ടിഫുൾ ഭഗവതി ആയിരുന്നു അല്ലേ? It's like it was fun, yeah. സോ ഈ പറഞ്ഞ പോലെ ചിത്തിനി August 2 റിലീസാണ്. അപ്പോ എല്ലാ ആശംസകളും നേരെയാണ്. Thank you, buddy. Thank you so much. ഈ പറഞ്ഞ പോലെ തിയേറ്ററിലെ ഒരു വലിയ വിജയം ആകട്ടെ. നേരത്തെ പറഞ്ഞ പോലെ പ്രേക്ഷകരെ ഭയങ്കര അധികം പിടിച്ചിരുത്തുന്ന അല്ലെങ്കിൽ അവർ കാണാൻ വീണ്ടും വീണ്ടും ആഗ്രഹിക്കുന്ന ഒരു ഹൊറർ സിനിമ ആവട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു ഫോർ ദ ടൈമിംഗ്. Thank you so much. Thank you so much.